ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ യൂട്യൂബിൽ നിന്നൊരു ഹോട്ടലിൽ കയറി. എൻ്റെ മുന്നോ നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് അടിക്കാൻ നിർത്തി കയറിയപ്പോൾ ഒന്നുമില്ല അവിടെ. പിന്നെ ആകെ ഉണ്ടായത് മിനി ലഞ്ചെങ്ങാണ്ടാണ്. എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് 2 എണ്ണം ഓർഡർ ചെയ്തു. എന്തോ സാമ്പാർ സാദം, പിന്നെ തൈര് സാദം, പിന്നെ മസാല റൈസ് കൂടി ചേർന്നിട്ടൊരു കമ്പൈൻ സംഭവം വരുന്നത്. സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പിടിച്ചില്ല. പിന്നെ വാങ്ങിച്ച കോഫിയും ചായ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ആ ചായക്കും കോഫിയും കൂടി 47 രൂപയായിരുന്നു. ഒരു ചായക്ക് 47 രൂപ, ഒരു കോഫിക്ക് 47 രൂപ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെയും പൈസ അവിടെ തന്നെ കയറി കളഞ്ഞു വെച്ച്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മധുരയിലെ ഫേമസ് സ്പോട്ടായ തിരുമല നായ്ക്കർ പാലസിലേക്കാണ്. തിരുമല നായ്ക്കർ മഹലെന്നും പറയാറുണ്ട്. മഹലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് ഞങ്ങൾക്ക് നടക്കുന്നത്. ഇത് മഹലിലെ ഏരിയ ആണ് കാണുന്നത്. ഞങ്ങൾ മധുര മീനാക്ഷി ടെമ്പിളിൽ അവിടെ ചെന്നപ്പോൾ അവിടെ മെയിൻ ഇടിയായിരുന്നു. ആ എവിടെയാടാ? ഇന്ത്യ ഗേറ്റിലും പെയിന്റ് അടിയായിരുന്നോ? അപ്പൊ നീ എവിടെ പോയാലും അവിടെ പെയിന്റ് അടിയായിരുന്നു. പിന്നെ ഇവിടെ കൊണ്ടേ അവിടെ മൊത്തം ഇതൊക്കെ റീ റിലീസ് എവിടെ എടാ? ആ പടത്തിനൊക്കെ റീ റിലീസ്, മൗനം ബേസിയുടെയൊക്കെ റീ റിലീസ് ഉണ്ട് ഇവിടെ. എടാ അണ്ണന്റെ പോസ്റ്റാൻ പിടിച്ചേ. ഇതാണ് മഹലിന്റെ ഫ്രണ്ടിലേക്കുള്ള എൻട്രി. ഇവിടെ ചെറിയ പണിയൊക്കെ കിടപ്പുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ്. അതാണ് എൻട്രൻസ്. അകത്തേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞു. ഇതൊരു 1.5 ഐറ്റം തന്നെയായിരുന്നു. പുറത്തെ കാഴ്ചയിൽ നിന്നും വളരെ വ്യത്യാസമായിരുന്നു അകത്ത്. ഇങ്ങനൊരു സംഭവം അതിലുണ്ടെന്ന് പോലും ഞാൻ കരുതിയില്ല. മെയിൻലി ഞങ്ങൾ റീലൊക്കെ കണ്ടിട്ടാണ് സംഭവം ഇങ്ങോട്ട് വന്നത് തന്നെ. ഈ കൊട്ടാരത്തിനെ പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ബോർഡ് അകത്തുണ്ടായിരുന്നു. അതിൽ പറഞ്ഞനുസരിച്ച് 1636 മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കറാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ആക്ച്വലി ഇതിന് ഇന്നത്തേനേക്കാൾ 4 ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദ്രാവിഡ രാജപുത്ര വാസ്തുവിദ്യയുടെ മനോഹരമായ മിശ്രിതമാണ് ഈ കൊട്ടാരം. ഇന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്ന കെട്ടിടം രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. സദേൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നായി ഈ കൊട്ടാരം കണക്കാക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ 2 കിലോമീറ്റർ അടുത്തിനാണ് നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിൾ. പഴയ ഡ്രോയിങ്സ് എന്തോണെന്ന് തോന്നുന്നത്, എന്താണെന്ന് മനസ്സിലാവണം. ഏതൊരു തോന്നുന്നു ചില്ലിട്ട് വെച്ചേക്കണം. ചിത്രകാരന്മാർ ആരെങ്കിലും വരച്ചതായിരിക്കും. ശരിക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് തിരുമല നായ്ക്കർ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ കൊട്ടാരം 2 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് രംഗവിലാസം എന്നും പറയും, പിന്നെ സ്വർഗ്ഗവിലാസം എന്നും പറയും. ശരിക്കും കൊട്ടാരത്തിലെ ജോലിക്കാർക്കും അതുപോലെ രാജകുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കൊട്ടാരത്തിൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അതുകൂടെ തന്നെ ആയുധപ്പുരയും എല്ലാം അടങ്ങിയായിരുന്നു ഈ കൊട്ടാരം. ഈ കൊട്ടാരത്തിൻ്റെ പില്ലേഴ്സ് ശരിക്കും 43 അടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൊട്ടാരത്തിന് യഥാർത്ഥ ഹൈറ്റ് എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 82 അടി എന്ന് പറയുന്നു. ശരിക്കും ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയാം. ഇതിപ്പോൾ 3ാമത്തെ ആളാണ് അജയിനെ ഫോട്ടോ എടുക്കുന്നത്. 2 മദാമും 7 പയ്യനും. എല്ലാ ദിവസവും ഈവനിങ് കൂടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടാകാറുണ്ട്. തിരുമല നായ്ക്കർ രാജാവിൻ്റെ ക്ഷേത്രം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലമൊക്കെയാണ് അതിൽ പറയുന്നത്. അറൗണ്ട് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ഉണ്ടാവാറുണ്ട്. 2 ലാംഗ്വേജിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷിലും പിന്നെ തമിഴിലുമാണുള്ളത്. ഞങ്ങൾക്ക് പിന്നെ ട്രെയിൻ 3:50 ആയതുകൊണ്ട് തന്നെ ഇത് കാണാൻ സമയം കിട്ടിയില്ല. 3 മണി വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻ ചെയ്യുന്നത്. ഈ ഭീമ, ആടുകളം, അതുപോലെ തന്നെ ഗുരു സിനിമയിലെ പാട്ടും സീൻസൊക്കെ ഈ മഹലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ വണ്ടടിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടാരം പണിത മെറ്റീരിയൽ കേട്ടപ്പോഴാണ്. ഷെല്ല് കുമ്മായ, അതുകൂടെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടി കലക്കിയിട്ടാണ്
ഐ മീൻ കലർത്തിയിട്ടാണ് ഈ കൊട്ടാരം പണിതെന്ന് പറയുന്നത്. ഇതിനും മാത്രം മുട്ടയുടെ വെള്ളം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വലിയ കൊട്ടാരം പണിന് എന്തായാലും ഒരു ടൺ കണക്കിന് മുട്ട തന്നെ വേണ്ടിയതുണ്ടാവും. ഞങ്ങൾക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഓടി നടന്ന് കുറച്ച് വീഡിയോസ് കൊടുത്ത് കൂടെ തന്നെ റീലിന് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്ത് ഫോട്ടോസും അത്യാവശ്യത്തിനെല്ലാം കിട്ടിയിരുന്നു. ഈ സമയക്കുറവ് മൂലം ക്ലിയറായിട്ടൊന്നും മൊത്തമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ ഓടി കിടന്നാണ് കൊട്ടാരത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വീഡിയോ എടുത്തത് തന്നെ. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ മുകളിലെ പില്ലറിൻ്റെ ഇടയിലായിട്ട് ഓരോരോ ഡിസൈൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ശരിക്കും സ്വർണം പൊതിഞ്ഞ അലങ്കാരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എക്സാക്ട്ലി സ്വർണ്ണമല്ല, എന്നാൽ പോലും സ്വർണത്തിൻ്റെ ഒരു മിക്സ്ചർ കൊണ്ടാണ് ഈ ഡിസൈൻസ് എല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. ഇതാണ് രാജാവിൻ്റെ സിംഹാസനം. പക്ഷേ ഇത് ഒറിജിനൽ അല്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പേരക്കുട്ടിയായ ചൊക്കനായ നായർ മധുരയിൽ നിന്ന് തലസ്ഥാനം തിരുച്ചിറപ്പള്ളിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായ വിലപിടിപ്പുള്ള രത്നങ്ങളും ആഭരണങ്ങളും കൊത്തുമണികളും അതുകൂടാതെ തന്നെ സിംഹാസനം എല്ലാം തിരുച്ചിറപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നാണ് അറിയപ്പെടുന്നത്. തിരുമല നായക്കർ കൊട്ടാരം തമിഴ്നാട് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിൽ ഒരു ദേശീയ സ്മാരകമായിട്ട് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് എല്ലാ ദിവസവും സന്ദർശകർക്കായി തുറന്നിട്ടുണ്ട്. സോ സമയം 3:15 അറൗണ്ടായി. ഞങ്ങൾ തിരിച്ച് പോകാൻ പോവുകയാണ്. ട്രെയിൻ 3:50 ഇവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പുറത്തോട്ടിറങ്ങണ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഓറഞ്ചൊക്കെ വാങ്ങിച്ച് നേരെ ഓട്ടോ ആപ്പി ഇറക്കി. മാപ്പ് വഴി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ദൂരമൊന്നും കാണിച്ചില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക്. പക്ഷെ ഓട്ടോക്കാരൻ കറങ്ങി ചുറ്റി പോകണമെന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു എമൗണ്ട് കൂടുതൽ വാങ്ങിച്ചെടുത്ത് ഞങ്ങളുടെയും. പിന്നെ എങ്ങനെയാണ് ട്രെയിൻ മിസ്സാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഓട്ടോ തന്നെ കയറി പോകുന്നു. മൂന്നേ അമ്പലം തിന്നാണ് ട്രെയിൻ എത്തിയപ്പോൾ ഒരു 4:20 ആയിരുന്നു. വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ട്രെയിനിലുള്ള കാഴ്ചയൊക്കെ വളരെ മനോഹരമായിരുന്നു. ആ റെഡ് ലൈറ്റ് കത്തിയിരിക്കുന്നത് ശരിക്കും പളനിയാണ്, പളനി ടെമ്പിളാണത്. പാലക്കാട് ഒരു 8:38 ആയപ്പോൾ ഞങ്ങൾ എത്തിയാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ എടുത്തപ്പോൾ 12:30 ആയി. അറൗണ്ട് ഒരു 4 മണിക്കൂറിനടുത്ത് ഞങ്ങൾക്ക് അവിടെ കട്ട പോസ്റ്റ് കിട്ടി. എറണാകുളത്ത് എത്തിയപ്പോൾ 1:20 ആയിരുന്നു സമയം. ഈവനിങ് കയറി കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് പിന്നെ നല്ല രസമായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി അടുത്തൊരു സമൃദ്ധി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അത് 24/7 ആണ് ശരിക്കും. അവിടെ നിന്ന് പിന്നെ അപ്പവും ബീഫും ചിക്കനൊക്കെ വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സീ യു.